30 വയസ്സ് കഴിയുന്ന സമയത്ത് അവരുടെ ശരീരത്തിലുള്ള മെറ്റബോളിസത്തിന് ഒരു അല്പം ഡൗൺ ആവുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ ഹോർമോണുകളുടെ ആക്ടിവിറ്റി, പുതിയ കോശങ്ങളുടെ ആക്ടിവിറ്റിയിലെല്ലാം ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 30 വയസ്സ് കഴിയുമ്പോൾ ഇവർ ഒരു അല്പം വണ്ണം വയ്ക്കുന്നതും പലപ്പോഴും തൈറോയ്ഡ് ഹോർമോൺ പ്രോബ്ലം പോലുള്ളവ പലതും കണ്ടു തുടങ്ങുന്നതും. ഈ ഒരു പ്രായത്തിൽ ശരിയായിട്ടുള്ള ഹെൽത്തി ഭക്ഷണവും ശരിയായിട്ടുള്ള വ്യായാമവും ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇവർക്ക് അമിതവണ്ണം പോലെ ജോയിന്റ് പെയിൻസ്, ഹോർമോണൽ കംപ്ലയിൻസ്, പ്രത്യേകിച്ച് തൈറോയ്ഡ് പ്രോബ്ലംസ് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 30 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട 7 തരം സൂപ്പർ ഭക്ഷണങ്ങൾ പറഞ്ഞു തരാം. എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഒന്നാമത്തത് നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് കിട്ടുന്ന ഇലക്കറികളാണ്. ലീഫി ഗ്രീൻസിനകത്ത് പ്രത്യേകിച്ച് ചീര, മുരിങ്ങയില, പയറിന്റെ ഇല, തഴുതാമയുടെ ഇല, മധുരച്ചീര ഇല പോലെ നമുക്ക് കിട്ടുന്ന എല്ലാവിധ ഇലകളും കഴിക്കുക. കാരണം ഇവയ്ക്കകത്തുള്ള ഫൈബറും ആന്റി ഓക്സിഡൻസും അവരുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് കുടലിന്റെ എല്ലാം ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. രണ്ടാമത്തത് നട്ട്സ് ആണ്. ബദാം, വാൽനട്ട് പോലുള്ളവയ്ക്കകത്തുള്ള ഹെൽത്തി ഫാറ്റ്സ്, ഫ്ലാവിനോയിഡ്സ്, ഹെൽത്തി ആയിട്ടുള്ള ഫൈബേഴ്സ് അവരുടെ ആരോഗ്യം, ഈവൻ ക്യാൻസറിനെ വരെ ചെറുക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ അവരുടെ ഈസ്ട്രജൻ ഹോർമോണിന്റെ ഉത്പാദനത്തിനും പ്രവർത്തനത്തിനും ഈ നട്ട്സ് പ്രധാനമായിട്ടും സഹായിക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കാത്ത നട്ട്സ് വേണം ഉപയോഗിക്കാനായിട്ട്. മൂന്നാമത്തത് ഹെൽത്തി ആയിട്ടുള്ള ഫിഷസ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാള, ചൂര, അയല പോലുള്ളവ സമൃദ്ധിയായിട്ട് കഴിക്കുക. കാരണം ഉയർന്ന അളവിൽ പ്രോട്ടീൻ കിട്ടുന്നതിന്, ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടുന്നതിന്, നിങ്ങൾക്ക് അവയുടെ മുള്ളുകളിൽ നിന്നും കിട്ടുന്ന കാൽഷ്യം കിട്ടുന്നതിനെല്ലാം ഈ മത്സ്യങ്ങൾ ഉപയോഗിക്കാം. നാലാമത്തത് ബെറീസ് ആണ്. ബെറീസ് എന്ന് പറഞ്ഞാൽ ബ്ലൂബെറി, സ്ട്രോബെറി പോലുള്ളവ. ഈ ഉണക്കി അമിതമായി മധുരം ചേർത്ത് വരുന്ന ഡ്രൈ നട്ട്സ് അല്ല, അല്ലാതെ കിട്ടുന്ന ബ്ലൂബെറി, സ്ട്രോബെറി, നമ്മുടെ നാട്ടിലുള്ള നെല്ലിക്ക, ഗൂസ്ബെറി പോലുള്ളവ പതിവായിട്ട് ദിവസം കുറച്ച് ചെറിയൊരളവെങ്കിലും ഉൾപ്പെടുത്തുക. ഇവയ്ക്കകത്തുള്ള ഫ്ലാവിനോയിഡ്സ് ലേഡീസിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അഞ്ചാമത്തത് ചിയ സീഡ്സ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. കോൺസ്റ്റിപ്പേഷൻ പോലെ, ഗ്യാസ് പോലുള്ള പ്രോബ്ലംസിനെ ചെറുക്കുന്നതിന് സഹായിക്കുന്നു. അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. 1-2 ടീസ്പൂൺ ചിയ സീഡ് 1/2 ഗ്ലാസ് മോരും വെള്ളത്തിലിട്ടിട്ട് ഒരു 11 മണിക്കോ 4 മണിക്കോ കഴിക്കാൻ നോക്കുക. വണ്ണം കുറയ്ക്കാൻ പോലും സഹായിക്കും. ആറാമത്തത് എള്ളാണ്. ഉയർന്ന അളവിൽ നിങ്ങൾക്ക് കാൽഷ്യം കിട്ടുന്നതിന്, ഈ കാൽഷ്യം കൂടുതൽ ജോയിന്റ്സിൽ എത്താൻ എള്ള് ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ജോയിന്റ് പെയിൻസ് ഉള്ളവർക്ക്, അതേപോലെ തന്നെ പ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് എള്ള് ഡെയിലി ഇപ്പം വറുത്ത് പൊടിച്ചത് ഒരു പിടി നിങ്ങളുടെ വീട്ടിലുള്ള യുവതികൾക്ക് നൽകുക. ഏഴാമത്തത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വിശപ്പ് മാറ്റുന്നതിന് സഹായിക്കും. ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡാണ്. ഉയർന്ന ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന്, മുടിയുടെ ആരോഗ്യത്തിന്, കണ്ണിന്റെ തിളക്കത്തിനും കണ്ണിന്റെ കാഴ്ചയ്ക്കും എല്ലാം തന്നെ നിർബന്ധമായിട്ട് ഇത് കഴിക്കാം. എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്തു.